പുത്തൂർ മരോട്ടിച്ചാൽ ചീരക്കുണ്ട് കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കള്ളിപ്പറമ്പിൽ ലോനപ്പന്റെ തോട്ടത്തിലെ 100ഓളം നേന്ത്രവാഴകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി വാഴകൃഷി നശിപ്പിച്ചത്. കൃഷിയിടത്തിൽ കടന്ന കാട്ടാനക്കൂട്ടം നേന്ത്രവാഴകൾ ചവിട്ടി മെതിക്കുകയായിരുന്നു. ഓണത്തിന് വിളവെടുപ്പിന് പാകമാകുന്ന പകുതി മൂപ്പെത്തിയ നേന്ത്രവാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. 3 മാസങ്ങൾക്ക് മുൻപ് ഇതേ കർഷകന്റെ ചുള്ളിക്കാവിലെ 2000ഓളം വാഴകളും ആനക്കൂട്ടം നശിപ്പിച്ചിരുന്നു. ഇതിന് 1 രൂപ പോലും നഷ്ടപരിഹാരം ലഭിച്ചില്ല. നിലവിൽ കാട്ടാനശല്യം തടയാൻ പ്രദേശത്ത് വൈദ്യുതി വേലിയുണ്ടെങ്കിലും അത് പ്രവർത്തിക്കുന്നില്ല. വൈദ്യുതി വേലിയുടെ തകരാറിലായ ബാറ്ററി മാറ്റാൻ പണമില്ലെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. നിരന്തരം കാട്ടാനശല്യം മൂലം പൊറുതിമുട്ടുന്ന കർഷകരെ സഹായിക്കാൻ ശാശ്വതമായ യാതൊരുവിധ നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. കടം വാങ്ങിയും ലോൺ എടുത്തും ആരംഭിക്കുന്ന കൃഷിയിൽ കാട്ടാനക്കൂട്ടം കലിതീർക്കുമ്പോൾ നിമിഷ നേരം കൊണ്ട് തകർന്നടിയുന്നത് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്റെ മാസങ്ങളുടെ അധ്വാനവും ജീവിതം കരകയറ്റാനുള്ള സ്വപ്നവുമാണ്. ഇത്തരത്തിൽ കൃഷിനാശം സംഭവിക്കുന്നതോടെ കർഷകർക്ക് ഭീമമായ നഷ്ടമാണ് സംഭവിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ.